Hi friends, assalamu alaikum. Welcome back to Sally's Kitchen. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റെസിപ്പി വീഡിയോ ഒന്നല്ല, എന്നാലും 2-3 റെസിപ്പീസ് ഞാനിതിൽ ചെറുതായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് വീക്കെൻഡാണ്. അപ്പോൾ ഇക്കാൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ ഒരു 10-15 പേരുണ്ടാവും. അപ്പോൾ അവരിലൊക്കെ ആയിട്ട് ഇന്നൊന്ന് പുറത്ത് പോകാൻ കരുതിയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പം ചെയ്യുന്നത്. പിന്നെയുള്ള ഫുഡൊക്കെ നമ്മൾ അവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള ഇതാണ്. രാത്രിത്തെ ഫുഡൊക്കെ അവിടെ നിന്നാണ് തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ ബാർബിക്യൂ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാനിവിടെ ഒരു 2 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബാക്കി അവരും കൂടിയിട്ട്, ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഇതുപോലെ അങ്ങ് കൊണ്ടുവരും. അവിടെ വന്നിട്ട് നമ്മൾ എല്ലാവരും ഒന്നിച്ചിട്ട് അത് പ്രിപ്പയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഇതൊന്ന് ചെയ്ത് വെക്കണം, എന്നിട്ട് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് ഫ്രീസ് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് രാവിലെ തന്നെ ചെയ്യാൻ നിൽക്കുന്നത്. തലേ ദിവസം ചെയ്ത് വെച്ചിട്ട് നല്ല ഫ്രീസ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. പക്ഷെ നമ്മൾ ശരിക്കും പ്ലാനിങ് അങ്ങനെ നടന്നിട്ടില്ല. രാത്രി കിടന്നതിന് ശേഷമാണ് എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്തതും പ്ലാൻ ആക്കിയതൊക്കെ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഫ്രഷ് ആവലും നിസ്കാരമൊക്കെ കഴിഞ്ഞ പാടെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തയ്യാറാക്കിയിട്ടില്ല. ആദ്യം തന്നെ ഈ ഒരു കാര്യം ചെയ്ത് സെറ്റാക്കി ഫ്രീസറിൽ വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒന്ന് ഫ്രീസായി കിട്ടുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഫിഷ് ഉണ്ട്. ഫിഷ് എന്ന് പറയുമ്പോൾ ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഫിഷാണ്, എന്നാൽ ഇത് മതിയാവില്ല. 2-3 കൂടിയും ചെറുത് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അത് ഹസ്ബൻഡ് കുറച്ച് തന്നെ വാങ്ങിയിട്ട് വരും. അപ്പോൾ അപ്പോഴത്തേക്കും ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കട്ടെ. അപ്പോൾ ഹമ്മൂസ് തയ്യാറാക്കണം. ഇപ്പോൾ 10-15 പേർക്കുള്ള ഹമ്മൂസ് വേണ്ടി വരും. അപ്പോൾ ഞാൻ ഏകദേശം 2.5 കപ്പോളം ഏകദേശം വെച്ചിട്ടൊന്ന് രാത്രിയിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തയ്യാറായി വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കിലോ ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാനൊരു 4 ടേബിൾ സ്പൂണോളം തൈരും, പിന്നെ കുറച്ച് പച്ചമുളക്, മല്ലിയില, പുതിനയില, കറിവേപ്പിലയും കൂടി അരച്ചെടുത്തിട്ടുള്ള മിക്സ് ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നിറയെ കുരുമുളക് പൊടി, പെപ്പർ പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 ടീസ്പൂണ് ഗരം മസാല, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ചിക്കൻ മസാലയും കുറച്ച് ഉലുവപ്പൊടി, വറുത്തിട്ടുള്ള ഉലുവ പൊടിച്ചെടുത്തിട്ടാണ് അത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും 2 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും ചേർത്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു വലിയ ചെറുനാരങ്ങയുടെ നീര് ഫുള്ളായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിൽ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്, ഞാനിതിലേക്ക് കുറച്ച് ഓയിലും ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മിക്സിലേക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് വരഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. വലിയ പീസായിട്ടല്ലേ ഉള്ളത്. അപ്പോൾ പെട്ടെന്നൊന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം ഒന്ന് എല്ലാ സൈഡും വരഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലവണ്ണം എല്ലാ സ്ഥലത്തും ഈ ഒരു മസാല എത്തിയതിന് ശേഷം ഇത് നല്ലവണ്ണം ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പോകുമ്പോൾ കൊണ്ടുപോകാണ് ചെയ്യുക. അപ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ട് ഫ്രീസറിലേക്ക് വെക്കും. കടല കുക്കായിട്ടുണ്ട്, ഈ ഒരു അടുപ്പ് ഒഴിവുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ന് ഉപ്മാവാണ് തയ്യാറാക്കാമെന്ന് വെച്ചത്. പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ ഇന്ന് ഉപ്മാവ് തയ്യാറാക്കാമെന്ന് വെച്ച് എല്ലാവർക്കും ഇഷ്ടമാണ് അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്. അപ്പോൾ കുറച്ച് ക്യാരറ്റ് ഞാൻ അധികം ഇട്ടിട്ടുണ്ട്. വെജിറ്റബിൾസ് കുറച്ച് നല്ലോണം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കഴിച്ചു പോകല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഉപ്മാവൊക്കെ തയ്യാറായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ആ സമയത്തേക്ക് ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് ഊറ്റി മാറ്റിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് മീനൊക്കെ കൊണ്ടുവന്നു കേട്ടോ ബാക്കിയുള്ളത്. അപ്പോൾ മീനിൻ്റെ കാര്യങ്ങളൊക്കെ ഇക്ക ചെയ്യാമെന്നാണ് പറഞ്ഞത്. മാരിനേഷനും കാര്യങ്ങളൊക്കെ 2 തരത്തിലാണ് മാരിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രണ്ടും ഇക്കയാണ് ചെയ്തത്. ഇക്കാൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 6 വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും പേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് ഇട്ടിട്ടുണ്ട്. പേസ്റ്റ് ആക്കണമെന്നില്ല. പിന്നെ ഇതിലേക്ക് ഒരു 10-11 നല്ല എരിവുള്ള പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പുതിനയില ആഡ് ചെയ്തിട്ട് അത് നല്ലവണ്ണം അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരമുറി ചെറുനാരങ്ങയുടെ നീര്, 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്.
നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒരു പച്ചമുളകിൻ്റെയും മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചു. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. മീനിൻ്റെ നല്ല ടേസ്റ്റ് അറിയും. ഒരുപാട് മസാലകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പച്ചമുളകിൻ്റെ എരിവൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഒരു പുളിപ്പിന് നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, ചെറുനാരങ്ങയും ഉപ്പും ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ട് വെളിച്ചെണ്ണയിൽ അത് മിക്സാക്കിയത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് നല്ലവണ്ണം ഫോയിലാക്കി പൊതിഞ്ഞ് നമ്മൾ ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത മാരിനേഷന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ സെയിം അളവിൽ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ പുതിനയിലയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇത് നല്ലോണം അരച്ച് മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് വേറൊരു ബൗളിൽ കുറച്ച് ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ഒരു വലിയ ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസും ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പെപ്രിക്ക പൗഡർ, നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ പൊടിയാണ് കേട്ടോ അത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ നമ്മുടെ അറബിക് മസാല ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മന്തി മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒലിവ് ഓയിൽ വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടല്ലോ അതിലേക്ക്. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി ഇല, ആ ഒരു മിക്സും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് മാരിനേഷനാണ് കേട്ടോ. കാരണം നമ്മൾ ഒലിവ് ഓയിൽ വെച്ചു, പെപ്രിക്ക പൗഡർ ഉണ്ട്, നമ്മൾ അറബിക് മസാല ഒക്കെ വന്നിട്ട് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടുള്ള മാരിനേഷനാണിത്. 2 മീൻ നമ്മൾ നേരത്തെ വേറെ തരത്തിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി 2 ഉണ്ട്, അതാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാൻ മാത്രമേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കുകയാണ്. അപ്പം നമ്മൾ ഫിഷ് ബാർബിക്യൂ ചെയ്യുന്ന സമയത്ത്, ഗ്രില്ലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നടുവേ വെച്ചിട്ട് 2ആയിട്ട് പിളർത്തിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നമുക്കിത് കുക്കായി കിട്ടും. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ മസാല മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കൈ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ കട്ട് ചെയ്തിട്ടാണെങ്കിൽ കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലീനിങ്ങും ഉച്ചക്കത്തെ ഫുഡിൻ്റെ കറികളും വറവുകളൊക്കെ ഞാൻ ഈ ഒരു സമയത്ത് തയ്യാറാക്കിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് ചെയ്യുകയും ചെയ്യും. എൻ്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല, കാരണം നന്നായിട്ട് വൃത്തിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യും. തയ്യാറാക്കുന്ന ഫുഡൊക്കെ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. നല്ലോണം ഫുഡൊക്കെ ഉണ്ടാക്കും. അപ്പം നമ്മൾ രാവിലെ തന്നെ ഒരു വെള്ളക്കടല വേവിച്ച് വെച്ചത് കൊണ്ട് തന്നെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് ആ കടലൊക്കെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള തഹിനി സോസ് റെഡിയാക്കണം. നമ്മൾ സാധാരണ ചെറിയൊരു ക്വാണ്ടിറ്റി തയ്യാറാക്കുകയാണെങ്കിൽ തഹിനി സോസ് റെഡിയാക്കിയിട്ട് കടലയൊക്കെ ഒന്നിച്ചിട്ടാണ് അരച്ചെടുക്കുക. പക്ഷേ ഞാനിതിവിടെ ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ടും പുറത്ത് പോകാനുള്ളത് കൊണ്ടും കിട്ടുന്ന ടൈമിൽ കടല അരച്ച് വെച്ച് പിന്നെയാണ് തഹിനി സോസ് റെഡിയാക്കിയത്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ബീറ്റർ വെച്ചിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയിലെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുമ്പോഴത്തേക്ക് വീണ്ടും ടൈം ഒരുപാട് വേസ്റ്റ് ആവും. അപ്പോൾ നമ്മുടെ ഹമ്മൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ്, നിസ്കാരം കഴിഞ്ഞു, ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മളിനി ജസ്റ്റ് നമുക്ക് പോകാൻ വേണ്ടു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തക്കാളി, ഉള്ളി, ഗാർലിക്ക് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ബാർബിക്യൂ ചെയ്യുന്ന സമയത്ത് അതും കൂടി ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കുക്കുംബർ, ക്യാരറ്റ് ഇതൊക്കെ ഒന്ന് സാലഡിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയുക, കത്തി, ഓയില്, നമ്മൾ ബാർബിക്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓയിൽ ആവശ്യം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വൈകിട്ട് ചായക്ക് വേണ്ടിയിട്ട് ചായപ്പൊടി, പഞ്ചസാര, കുറച്ച് ഏലക്കായ, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ ചായ തയ്യാറാക്കണ്ടേ, അപ്പോൾ അതിനൊരു വേണ്ടിയിട്ടൊരു പാത്രം, അതൊക്കെ ഒന്ന് അരിച്ച് മാറ്റേണ്ട വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അരിപ്പ, ചെറിയൊരു പാത്രമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹമ്മൂസ് ഇതുപോലത്തെ 2 പാത്രത്തിലായിട്ട് ഹമ്മൂസ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന്, ഫിഷ് ഇതൊക്കെയാണിത്. അപ്പോൾ ചിക്കൻ ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലാക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അതാകുമ്പം കുറച്ചും കൂടി എളുപ്പമാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടുപ്പ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൊണ്ടുപോകുന്നത്. ഇനി ഇതൊക്കെ എടുത്ത് വെക്കണം. കിച്ചണൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും വരാൻ നല്ലവണ്ണം ലേറ്റ് ആവും. അപ്പോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചണിൽ ബാലൻസ് പണി വെക്കുകയാണെങ്കിൽ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും കയറി വന്ന ആട് തന്നെ. അപ്പോൾ കിച്ചൺ ഫുള്ള് ക്ലീൻ ചെയ്തു. ഇനി ജസ്റ്റ് നമുക്ക് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങിയാൽ മതി. ഇപ്പോൾ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡിക്കിയിൽ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ സീറ്റിൻ്റെ സൈഡിലായിട്ട് വെക്കും. ബാക്കി കുറച്ച് ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ചെയർ, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അടുപ്പ്, അതൊക്കെ ഡിക്കിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്ലാറ്റാണ് കേട്ടോ ഇതായി കാണുന്നത്. ഇതാണ് നമ്മുടെ ഫ്ലാറ്റ്, മീൻസ് റെൻറ്റഡ് ഫ്ലാറ്റ്. അജ്മാനിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് പുറപ്പെടാണ്.
ഇനി നമ്മളായിരിക്കും ഫസ്റ്റ് പുറപ്പെടുക. എത്തിക്കഴിഞ്ഞാലായിരിക്കും ബാക്കിയുള്ളവരൊക്കെ എത്താനുണ്ടാവുക. അവരൊക്കെ വൈകുന്നേരം ആവും. ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടൊരു 2:30 ആ സമയത്തേക്ക് നമ്മൾ പുറപ്പെട്ടിട്ടുണ്ട്. മുഷരിഫ് നാഷണൽ പാർക്കിലാണ് നമ്മൾ പോകുന്നത്. അവിടെയാണെങ്കിൽ നമുക്ക് ബാർബിക്യൂ ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യം വലിയൊരു പാർക്കാണിത്. ഇപ്പോൾ നമ്മൾ മുഷരിഫ് നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 10 ദിർഹംസ് കൊടുക്കണം. പെർ കാറാണ് കേട്ടോ, പെർ പേഴ്സൺ അല്ല, പെർ കാറിന് 10 ദിർഹംസ്. അത് നമുക്ക് മുതലാവും കേട്ടോ. അത്രക്കും കാഴ്ചകൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട്. പാർക്കിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുകയാണ്. ഇങ്ങനെ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ലൊരു സ്ഥലം നോക്കിയിട്ട് ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഇവർ ഷെൽട്ടറും ബാർബിക്യൂ അടുപ്പൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ടുണ്ടാവും. അപ്പോൾ രണ്ടും ഒന്നിച്ച് വരുന്ന സ്ഥലം കിട്ടുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 10-15 പേരുണ്ട് മൊത്തത്തിൽ. അതിൽ നമ്മൾ 2 പേരും കുറച്ച് നേരത്തെ വന്നത് തന്നെ ഇതുപോലെ ഷെൽട്ടറും അടുപ്പൊക്കെ ഒന്നിച്ച് വരുന്ന സ്ഥലം കിട്ടുകയാണെങ്കിൽ എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാം. കാരണം അല്ലെങ്കിൽ ഇവിടെ വേഗം ഫില്ലായി പോവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ വന്നത്. എന്നിട്ട് പോലും നമുക്ക് ആ ഒരു കാര്യം കിട്ടിയില്ല കേട്ടോ. ഷെൽട്ടറും അടുപ്പും ഒന്നിച്ച് വരുന്ന സ്ഥലം നമുക്ക് കിട്ടിയില്ല. എനിക്ക് കണ്ടാൽ മനസ്സിലാവും ഒരുപാട് വാഹനങ്ങൾ ഓൾറെഡി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ആളുകളൊക്കെ എന്തായാലും ആ ഒരു സ്ഥലമൊക്കെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. എന്നാലും നമ്മൾ ഏകദേശം പറ്റിയൊരു സ്ഥലം നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഷെൽട്ടറൊന്നുമില്ല, എന്നാലും ജസ്റ്റ് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അത് തന്നെ വലിയ ഹെൽപ്പാണ് കേട്ടോ. കാരണം ഇതൊക്കെ എടുത്ത് വെക്കാനൊക്കെ. അതേപോലെ തന്നെ വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ ഇരുടാകുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചം കിട്ടുന്ന തരത്തിൽ ലൈറ്റൊക്കെ ഉള്ള സ്ഥലം നോക്കിയിട്ട് സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ സെറ്റാണ് ഈ ഒരു സ്ഥലത്ത്. പിന്നെ പറയാമെന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് ഷെൽട്ടറും അടുപ്പൊക്കെ കിട്ടുന്ന സ്ഥലം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ 4 മണിയാകുന്ന സമയത്താണ് എത്തിയത്. അപ്പോഴേക്കും ഓൾമോസ്റ്റ് നല്ല എല്ലാ സ്ഥലവും അതുപോലത്തെ സ്ഥലമൊക്കെ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കാട്ടും കുറച്ചും കൂടി നേരത്തെ വരാണെങ്കിൽ ഇതുപോലത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. നമ്മൾ കുറച്ച് നേരം അങ്ങോട്ട് ഓട്ടി പോയിട്ട് ഇരുന്നേ. ഓക്കെ അല്ലേ? ഓക്കെ.
ഫുള്ള് ഒരുങ്ങിട്ടാണല്ലോ വന്നേ. അടുക്കള ഇവിടെ ഉണ്ടല്ലോ കംപ്ലീറ്റ്. നമ്മളങ്ങനെ വരേണ്ടത് അല്ലേ? ഇതെല്ലാം തിരിച്ചോണ്ടാണ് ഈ എടാ ഗുഡ്മണി ഇതൊക്കെ കണ്ടിട്ടില്ല. ഇവിടെ കട്ടിങ് ഒന്നും കണ്ടിക്കില്ല ഫീല. ഇത് പ്രൊഫഷണൽ കട്ടിങ് ഒന്നും കണ്ടിക്കില്ല. അതിലുണ്ട് പക്ഷെ വേസ്റ്റ് ആയി പോവാ. ശരി, ഇങ്ങോട്ട് നാലാളും ഇളം തേൻ കണ്ണും പാട്ടുമായി
ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി സുന്ദരി പേരിലും ഭൂരി പൂമകൾ ഫാത്തിമ പൂമകൾ ഫാത്തിമ വെച്ചാണ്ടാ അത് ഉണ്ടാക്കണം ഉണ്ടാവുന്ന ഞാള് പാടൂ അത് വല്ലാത്തൊരു അക്ഷരമായി കറുത്ത പെണ്ണെ നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ ഞാനൊരു മനസ്സിനുള്ളിൽ ഞാൻ നിനച്ചിരിക്കാതെ വീണ്ടും കിങ്ങിണികൾ അറിയാനും പറയാനും മാനം തുറന്നിരക്കാനും നീ എല്ലാതാനും ഇല്ല പോലെ കരളിന്റെ ഒഴുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണേ തമ്പുരാനേ താമരക്കുരുവിക്ക് തട്ടമിട് തങ്കക്കിനാവിന്റെ കമ്മലിട് അരിമുല്ല കൊലുസിന് അരിമുല്ല കൊലുസിന് ഏലസിടുവേ ഗംഗ മണ്ഡപം വരുന്നിതാ പാടിയതാണ് പാടി പോയിക്കാനേ മക്ക എന്ന പുണ്യനാട്ടിൽ അപ്പോൾ കുട്ടികൾക്കെല്ലാം കൂടിയിട്ട് നമുക്ക് മ്യൂസിക്കൽ ചെയർ നടത്താമെന്ന് വിചാരിച്ച് ഞാൻ നടുവിൽ നിൽക്കൂ എടുക്കാം. അപ്പോ ഞാൻ പാട്ട് ഓഫാക്കിയാൽ നിങ്ങൾ എന്താക്കണോ? ആയിക്കോട്ടെ. ആ ഇത് ട്രയലാണ്, ആദ്യത്തെ ട്രയല്. ആ ഓടിക്കോ. സ്റ്റാർട്ട്. കം ഓൺ. പാട്ട് ശ്രദ്ധിക്കണേ. എടുക്കാം. ആ കുത്തിരിഞ്ഞോളി. ആ ഓക്കെ. ഇതാ കളി. ഇങ്ങനെയാ ഉണ്ടാവുക. ഇപ്പൊ മോക്ക് കസേര കിട്ടിക്കില്ലല്ലോ, പക്ഷെ എനിക്ക് കിട്ടു. ഓടിയിട്ട് ബേ ഇരിക്കണം. എടുക്കാം. ആ ഓക്കെ. ഇത് ട്രയല്. ആ ഇത് ട്രയലാ. ഓക്കെ അടുത്ത. ഓക്കെ ഇത് കളിയാമേ. മെല്ലെ പോയാ മതി. മെല്ലെ ഇടില്ലേ? വേറെ ആരോ ചേറിന്റെ അരിയത്തൂടെ ഓടണം. ആ ഇരുന്ന മോളെ അമ്പത്തി ആമി ജയിച്ച് ആമിക്ക് ഫസ്റ്റ്. ഇനി ആമിക്ക് ഫസ്റ്റ് കിട്ടി. ഇനി ആമി അവിടെ നിൽക്ക്. രണ്ട് കസേരയും മൂന്നാളുകളും വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു കസേരയും രണ്ടാളുകളും. തുടങ്ങി. ഇപ്പൊ എന്താക്കാൻ അത്രേ ആവുള്ളൂ. തമ്മാമൻ തുടരേ. ഇതിപ്പോ രണ്ടാളും ചേച്ചി. ഓക്കെ.
പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ കുട്ടികൾക്കുള്ളത് അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് വിശക്കുന്നുണ്ടാകും. കുട്ടികളൊക്കെ നമ്മൾ ചെയറിൽ ഒന്നിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ വാരി കൊടുക്കുക, ബാക്കിയുള്ളവരായിരുന്നു കഴിക്കും. അപ്പോൾ അവരെയൊക്കെ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരൊക്കെ നല്ലവണ്ണം ഇരുന്ന് നല്ല മക്കളായിട്ട് കഴിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല. അപ്പോൾ അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. എന്റെ സ്വന്തം അറബിക് മസാല മീനിന്റെ ഫുള്ള് മസാല, നടക്കുക. മീന് ഫുള്ള് മസാലയാണല്ലേ. ഫുഡ് തന്നെ അത് ഉണ്ടാക്കുന്നത് അല്ലപ്പോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മുഷരീഫ് നാഷണൽ പാർക്കിൻ്റെ ഒരു മാപ്പാണ്. ഇതിനുള്ളിൽ ഇവർ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത്രയും വലിയൊരു പാർക്കായതുകൊണ്ട് ഈ ഒരു മാപ്പ് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുട്ടികളെ വീണ്ടും കുറച്ച് സമയം കളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീക്കെൻഡ് ഇതായി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.